ഇന്നലെ വന്നൊരു കേസ്. ഇന്നലെ വന്ന പെൺകുട്ടി എന്നോട് പറഞ്ഞ എന്താ പറയുക, 28 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഓള് കൊണ്ടുവന്നത് കുട്ടീനെയും കൊണ്ടുവന്നതാ, ഓളെ മോനെ കാണിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഇങ്ങനെ ഓളെ മനപ്രയാസം പറഞ്ഞ് കുട്ടിൻ്റെ നിന്ന് ഡൈവേർട്ടായി ഓളെ ലൈഫിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും മക്കളെ കാണിക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിത രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി ചോദിക്കും, വീട്ടിൽ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ സമാധാനമുള്ള അന്തരീക്ഷം അല്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചതാ. ഓളങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയില്ലേ, ഡോക്ടറെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ട്, പക്ഷെ സമാധാനമില്ല. മൂപ്പർക്ക് ആകെ ഒരു പെങ്ങളേ ഉള്ളൂ. ഓളെ വീട്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ ഓളെ മൂപ്പര് ഫോൺ ചെയ്യുക, ഓളെ മൂപ്പര് വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഓളെ സൽക്കാരത്തിന് പോകുക, ഓളിങ്ങോട്ട് വരിക ഒക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു പൊറുതിയേടാ. ചിലപ്പോഴൊക്കെ ഉമ്മാൻ്റെ കൂടെ നിൽക്കുമ്പോഴും എനിക്കൊരു പൊറുതിയേടാണ് എന്ന്. ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം എന്താ, നമുക്ക് പരിഹാരം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാമല്ലോ. കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ 26 കൊല്ലം മുമ്പേ. എന്ത്? ഒന്നുകൂടെ പറഞ്ഞാണീ, അങ്ങനെ തന്നെ പറയണ. 26 കൊല്ലം മുമ്പേ, കാരണം ചെറിയ അളവാണോ? അല്ല, 26 കൊല്ലം മുമ്പേ ഓളെ പുയ്യാപ്പിള ഗൾഫിലുള്ള സമയം പോരേത്തെ മിക്സി കേടന്ന്. എന്താ കേടന്ന്? മിക്സി കേടന്നപ്പോൾ ഉമ്മ എന്ത് ചെയ്ത്, മോനെ തന്നെയല്ലേ വിളിക്കുക, ഓനല്ലേ ഗൾഫിലുള്ളത്. ഓനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മളെ മിക്സി കേടന്നിക്കണടാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഓൻ ഇപ്പം വിളിക്കമ്മ എന്നാണ് ഫോൺ വെച്ച്. ഒരു അരമണിക്കൂറേ പോകാൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ പൈസ അയക്കാട്ടോ, നിങ്ങൾ കുഞ്ഞോളെയും കൂട്ടി പോയി വാങ്ങിക്കോളേ. ആരാ കുഞ്ഞോള്? ഇത് കോട്ടക്കൽ നിന്ന് വന്ന കേസാ. നാത്തൂനാണ് ഒറ്റടിക്ക്. നാത്തൂൻ തന്നെ എങ്ങനെ മനസ്സിലായി? അതങ്ങനെയല്ലേ വരുള്ളൂ അല്ലേ. ഇവിടെ ക്ലിനിക്ക് ഇട്ടാ നല്ല മെച്ചം കിട്ടും തോന്നുന്നുണ്ട് എനിക്ക്. നാത്തൂൻ തന്നെ. ഓൻ പറഞ്ഞേ ഓൻ്റെ വായിൽ കുഞ്ഞോളെ പേരിട്ടിയത് ഇല്ലേ, ഓൻ്റെ വായിൽ പെട്ടെന്ന് പേരിട്ടിയത് കുഞ്ഞോളെ. അങ്ങള് കുഞ്ഞോളെയും കൂട്ടി പോയി വാങ്ങിക്കോളീന്ന്. ഉമ്മ എന്ത് ചെയ്ത്, പൈസ വന്നതും കുഞ്ഞോളെയും വിളിച്ചോളോളെ കെട്ടിച്ചോടുന്ന് വന്ന് ഉമ്മ എന്നാ പോവല്ലേ എന്ന് പറഞ്ഞ് മിക്സി വാങ്ങിപ്പോന്ന്. എന്നാ 26 കൊല്ലം മുമ്പേ. അത് കഴിഞ്ഞ് ആ മിക്സിങ് കേടന്ന് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ മിക്സി അപ്പോൾ പുരയിലുള്ളത്. അത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിക്സിയാണ് പുരയിലുള്ളത്. ഈ കണ്ട മിക്സികളൊക്കെ ഈ 1ാമത്തെ മിക്സി ഒഴികെ 2ാമത്തെ മിക്സി മുതൽ ബാക്കിയൊക്കെ ഓൾ ഒറ്റക്ക് പോയി വാങ്ങിയതാ അങ്ങാടിയിൽ. ആര്? ഓൻ്റെ പെണ്ണുങ്ങൾ ഒറ്റക്ക് പോയി വാങ്ങിയതാ. പക്ഷെ ആദ്യത്തെ മിക്സി ആരെ വാങ്ങി? ഇമ്മയും കുഞ്ഞോളും പോയി വാങ്ങിയോ? പ്രിയപ്പെട്ടവരെ, 26 കൊല്ലത്തെ പക ഉണ്ടല്ലോ ഇപ്പോഴും ഉള്ളിൽ കൊണ്ടെടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ ഒരു ഗൗരവം. സമാധാനം ഉണ്ടോ? സ്വസ്ഥത ഉണ്ടോ? പിന്നെ ഏതെങ്കിലും നാത്തൂൻ്റെ പേര് കഷ്ടകാലത്തിന് കുഞ്ഞോളാണെങ്കിൽ ക്ഷമിച്ചേരിട്ടാ, പെട്ടെന്ന് വായിൽ കിട്ടിയ പേര് കുഞ്ഞോളായിട്ടാ. ഓക്കെ. പിന്നെ ഈ മിക്സിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകൾ ആർക്കെങ്കിലും പഠിച്ചോന് ഇതിന്നെയാണോ പറയണതെന്ന് തോന്നിയാൽ ഞാൻ കുറ്റക്കാരി അല്ലേ? എൻ്റെ പുരേ പോണം 3 കുട്ടികളും ഒരു പുതിയാപ്പിളയും ഒരു ഉമ്മയും വാപ്പിയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പം ഇനി ഞാനിങ്ങനെ ചെയ്യൂല. ഇതൊക്കെ തെറ്റല്ലേ? 26 കൊല്ലം ഈ പെണ്ണിനൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല ഈ ഒരു മിക്സീൻ്റെ പേരിൽ ഇല്ലേ? അപ്പം നമ്മൾ ആലോചിക്കണം, ഇങ്ങനത്തെ പ്രതികാര ബുദ്ധി എനിക്ക് ഉണ്ടോ അല്ലേ? നമ്മളൊക്കെ ആരാണ് ഇതിൽ? നാത്തൂമാരുണ്ട്, ഞാനും നാത്തൂനാ ഇല്ലേ? എനിക്കൊരു ആങ്ങളുണ്ട്, ഓനൊരു പെണ്ണുങ്ങളുണ്ട്. നിങ്ങളപ്പോൾ വിചാരിച്ച ഓളോട് പോയി ചോദിച്ചോക്കണ്ടേന്നല്ലേ? ഓള് നാളെ വീഡിയോ കാണുമല്ലോ ഇല്ലേ? നമ്മൾ നാത്തൂമാരാണ്, ഞാനും ഭാര്യയാണ്, നിങ്ങളൊക്കെ ഭാര്യമാരല്ലേ, ഉമ്മമാരല്ലേ, അമ്മായിമ്മമാരല്ലേ, മരുക്കളല്ലേ? ഇതൊക്കെയാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള ഒരു അമ്മായിമാൻ്റെ പ്രതികാര ബുദ്ധിയും കൂടെ പറഞ്ഞു തരട്ടെ. അതിന് പ്രതികാര ബുദ്ധി എന്ന് പറയാൻ പറ്റുമോ അതോ അസൂയ എന്ന് പറയാൻ പറ്റുമോ? ഏത് വികാരം എന്നുള്ളത് നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുക. ഓക്കെ. ഈ ഉമ്മാക്ക് ഉറങ്ങിയോ? നല്ല രസമല്ലേ കേൾക്കാൻ? ഉറങ്ങൂലല്ലോ, ആരാൻ്റെ കഥകളല്ലേ കേൾക്കണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മായിമാക്ക് 4 മരുക്കളാ. പെണ്ണ് കണ്ട് മക്കള് പെണ്ണ് കണ്ട് ഉറപ്പിക്കുമ്പോൾ തന്നെ ഉമ്മ എന്ത് ചെയ്യുമെന്നറിയോ? ഉമ്മ ആദ്യം എന്താ ചെയ്യാന്നറിയോ? ഈ മകളോട് വിളിക്കും, ഉമ്മാൻ്റെ കുട്ടിയേന്നൊരു വിളിയാ. ആ വിളിയിൽ എന്നെ മരുക്കളങ്ങോട്ട് അലിഞ്ഞു പോകും കേട്ടോ. ഉമ്മാൻ്റെ കുട്ടിയെ ഞങ്ങളുടെ നാട്ടിൽ ഉമ്മുട്ടിയേന്നാ വിളിക്കുക
അല്ല, ഉമ്മാൻ്റെ കുട്ടിയാണ് ഉമ്മുട്ടിയായി മാറിയത് അല്ലേ. ഉമ്മാൻ്റെ കുട്ടിയേന്ന് വിളിക്കുമ്പോൾ തന്നെ മരോൾ അലിഞ്ഞ്. പക്ഷെ പിന്നെന്താ പറയുന്നറിയോ, വിശേഷമൊക്കെ ചോദിച്ചതിന് ശേഷം ബാപ്പേ കുറച്ച് ദേഷ്യക്കാരനാട്ടോ. ആര്? ബാപ്പ കുറച്ച് ദേഷ്യക്കാരനാ. അപ്പം ബാപ്പാനോട് വല്ലാണ്ട് മിണ്ടാനും പറയാനൊന്നും പോണ്ട. വാപ്പാനോട് വല്ലാണ്ട് മിണ്ടാനും പറയാനൊന്നും പോണ്ട. വാപ്പൻ്റെ കാര്യമൊക്കെ ഉമ്മ നോക്കിക്കോളാം. അപ്പം നിങ്ങൾ വാപ്പ പെട്ടെന്ന് എടുത്തു ചാടും, ഭയങ്കര ദേഷ്യ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തട്ടിമറിച്ചിടും. ഇതൊക്കെ കേട്ട് കയ്യും കാലും വരച്ചേ കയറി മരുക്കൾ കയറി വരിക. അപ്പം മൂത്ത 3 മരുമക്കളും ഈ വാപ്പയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓരൊക്കെ വേറെ പോയി താമസമായി. ഇതുവരെ വാപ്പാന്നൊരു വിളിയും കൂടെ വിളിച്ചിട്ടില്ല. കാരണം ഉമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞത്, പേടിയല്ലേ, ഉമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം നമുക്കില്ലല്ലോ. പക്ഷെ 4മത്തോള് ഇപ്പോഴത്തെ വൈബിലുള്ള ഒരാളാ. നമ്മളെ കുട്ടികളൊക്കെ വൈബില്ലേ, ഇപ്പോഴത്തെ വൈബിലുള്ള ഒരാളാ. ഓളും ഇതേപോലെ പതിവ് പോലെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ കുട്ടിയെ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വാപ്പാനെ പറ്റി ഇതേപോലെ, വാപ്പ ദേഷ്യക്കാരനാണ്, വാപ്പാക്ക് ഭയങ്കര മുൻകോപാണ്, വാപ്പ എടുത്ത് ചാടുവേ, വാപ്പ പാത്രം തട്ടി തെറിപ്പിക്കുവേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ ഓള് കേട്ടുന്ന്. കല്യാണം കഴിഞ്ഞ് എന്തോ ഓളെ തലയിൽ അത് ഉറച്ചിട്ടില്ല. വാപ്പാനെ പറ്റി പറഞ്ഞതേ ഓള് പിറ്റേന്ന് തന്നെ എന്ത് ചെയ്ത്, ഓൻ പറഞ്ഞു കൊടുത്തിരുന്ന എന്ത്, ഉപ്പ തഹജ്ജുദിന് നീച്ചാൽ പിന്നെ നിസ്കരിക്കാൻ നീറ്റാൽ പിന്നെ തഹജ്ജുദിൻ്റെയും സുബൈൻ്റെ ഇടയിൽ ഉപ്പാക്കൊരു ചുക്ക് കാപ്പി കുടിക്കണം എന്ന്. ഉപ്പാക്കൊരു ചുക്ക് കാപ്പി കുടിക്കണം. ഓളെന്ത് ചെയ്ത്, ഇമ്പ്രഷൻ ഉണ്ടാക്കണ്ടേ അല്ലേ, അമ്മായിമാൻ്റെ അമ്മോശാക്കാൻ്റെയും കണ്ണിലുണ്ണിയായി മാറണല്ലോ. ഓള് ഉറങ്ങിയിട്ട് തന്നെയല്ല, ഫോണിക്ക് നോക്കുക 4 മണിയായോ, ഫോണിക്ക് നോക്കുക 4 മണിയായോ, പിന്നെ നോക്കുക 4 മണിയായോ. 4 മണിയായപ്പോൾ ഇവള് നീച്ച അടുക്കളയിലെത്തി. എന്നിട്ട് നല്ല കടുപ്പത്തിലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി ബാപ്പാക്ക് കൊണ്ടേ കൊടുത്തുകണ്ടേ. ബാപ്പാന്നൊരു വിളി അങ്ങോട്ട് വിളിച്ചതും ആ മനുഷ്യൻ ആദ്യമായിട്ടല്ലേ വാപ്പാന്നുള്ള വിളി മരുക്കളെടുത്തുനിന്ന് കേൾക്കണേ. മൂപ്പരങ്ങട്ട് അലിഞ്ഞില്ലാതായി. വാപ്പാൻ്റെ കുട്ടിയേന്ന് പറഞ്ഞ അത്ഭുതത്തിലൊരു നോട്ടം. അതോടുകൂടി ആ മരുമകൾ ആ വാപ്പാക്ക് മകളായി മാറി. ആ മനുഷ്യൻ ആദ്യമായിട്ട് അത് കേൾക്കണതേ. എന്തേ വാപ്പാൻ്റെ കുട്ടിയേന്ന് പറഞ്ഞിട്ട് ആ ചായ അങ്ങോട്ട് വാങ്ങി സൈഡിൽ വെച്ച് അതിനൊരു സിപ്പ് കുടിച്ചിട്ട്, നല്ല രസമുള്ള ചായ കേട്ടോ, ഉപ്പാൻ്റെ കുട്ടി ഇനി പോയി ഉറങ്ങിക്കോളി, ഇപ്പം തന്നെ നീച്ചണ്ടേ എന്ന് പറഞ്ഞ് ഓളെ പറഞ്ഞയക്കുകയും ചെയ്ത്. അങ്ങനെ നേരം വെളുത്തില്ലേ, രാവിലെ നമ്മൾ അടുക്കളയിൽ കയറൂലേ ഇല്ലേ. അങ്ങനെ അടുക്കളയിലൊക്കെ എത്തി. ഉമ്മ വലിയൊരു ചിരിയും കളിയൊന്നും ഉമ്മാക്കില്ല. അങ്ങനെ ഒരു വിധമൊക്കെ പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഉമ്മ ആരെ ഇപ്പം ഇന്ന് ഉപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത്. ഉമ്മാൻ്റെ അടുത്തുനിന്ന് നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടാൻ പോവുക. ഉമ്മ അങ്ങനെ എന്താണെങ്കിലും എന്നെ ഇടുക്കിന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഞാനമ്മ ഉണ്ടാക്കി കൊടുത്തേ. എന്നാലും ചക്കര കുറച്ച് കൂടുതലാന്ന് വാപ്പ പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. ചുക്കാപ്പിയിലേ ശർക്കര കുറച്ച് കൂടുതലാന്ന് വാപ്പ പറഞ്ഞോലോ. അപ്പം ശർക്കര കൂടിയാലോ ഒന്നും വാപ്പാക്ക് പറ്റൂല, അപ്പം ഇനി ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ അമ്മ എന്ന് പറഞ്ഞ് പിറ്റേന്ന് ഇവളെ എണീറ്റ് എന്ത് ചെയ്ത്, ശർക്കരയല്ല കൂടിയത്, ശർക്കര കുറച്ചുണ്ടാക്കി കൊടുത്ത്. അന്ന് ഓള് വാപ്പാന്ന് പറഞ്ഞ് വാപ്പാക്ക് കൊണ്ടുപോയി കൊടുത്ത്. വാപ്പ നല്ല രസമുണ്ട് കുട്ടിയേന്ന് പറഞ്ഞ് കുടിച്ചവിടെ വെച്ച്. അന്നമ്മ വന്നിട്ട് പറഞ്ഞ് വാപ്പാക്ക് പൈൽസിൻ്റെ കേടില്ല, എനിക്കറിയില്ലേ, കുരുമുളക് ഇത്ര തോന്നിടല്ല വെച്ചോളോട്. അപ്പോൾ ഓള് പിറ്റേന്ന് എന്ത് ചെയ്ത്, കുരുമുളകും കുറച്ച് ശർക്കരയും കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി കൊടുത്ത്. ഇങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് ഓള് ഉപ്പാൻ്റെ മകളായി അങ്ങോട്ട് മാറി. ദേഷ്യക്കാരനായ, മുൻകോപിയായ, എടുത്തുചാട്ടക്കാരനായ, കൊലകൊമ്പനാണ് എന്ന് ഉമ്മ ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ബാപ്പാൻ്റെ മരുമകളല്ല, മകളായി മാറി ഓള്. ഇങ്ങനെ ഒരു ദിവസം ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയൊരു നേരത്ത് ഓൾ എന്ത് ചെയ്ത്, അന്ന് വെള്ളിയാഴ്ച ബീഫ് ഉണ്ടെന്ന് പോരല്ലേ, ഇറച്ചി ഉണ്ടെന്ന്. ഇവള് നല്ല ടേസ്റ്റിൽ ഇറച്ചി ഉണ്ടാക്കി. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചവരും മൂത്തച്ഛന്മാരും മൂത്തച്ഛകളൊക്കെ അന്ന് വന്നിരുന്നു, ഉമ്മല്ലല്ലോ പോരല്ലേ, ഇവരൊക്കെ നല്ല രസത്തിൽ അത് കഴിക്കുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് മടുപ്പുണ്ടോ? ബാക്കി പറയുന്നില്ലേ. പിന്നെ ഒരു ദിവസം അടുത്ത വെള്ളിയാഴ്ച ഉമ്മ പൊരയിലുണ്ട്, വാപ്പ ഇറച്ചി ഉണ്ടെന്ന് കണ്ട് എന്ത് പറഞ്ഞെന്നറിയാ, ഇന്നും മുട്ടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ബീഫ് എന്ന്. അങ്ങനെ എന്നാൽ ഓൾറെഡി ഉണ്ടാക്കിക്കോട്ടെ എന്നുമ്മ. അങ്ങനെ ഓള് ബീഫൊക്കെ ഉണ്ടാക്കി. എല്ലാവരും ഉണ്ടല്ലോ പൊരയിൽ. ഒരു 10 പ്രാവശ്യം ഓള് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ അല്ലേ, മധുരം ഇട്ടില്ലല്ലേ, എരിവ് ഓക്കെ അല്ലേ, കുരുമുളക് ഓക്കെ അല്ലേ, ഇതൊക്കെ നോക്കിക്കാണ്ട് ഓള് നന്നായിട്ട് ഏറ്റവും ഓളെ കൊണ്ട് പറ്റുന്ന പരമാവധി ടേസ്റ്റുകൾ ഉണ്ടാക്കി മൂടി വെച്ച് സിമ്മക്കൊക്കെ ആക്കി ഓള് കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴോ ഇത് കോട്ടക്കന്ന് വന്ന കേസ് തന്നെയല്ലേ. നിങ്ങൾ തുടർന്ന അല്ല തന്നെയാണത്, എൻ്റെ അനുഭവം അല്ലേ, ഇതാരെങ്കിലോട് പറഞ്ഞ്. കുളിച്ച് വന്നപ്പോൾ അതന്നെ, കുളിച്ച് വന്നപ്പോൾ ഉണ്ട് വാപ്പാൻ്റെ മുമ്പിലുള്ള ചോറും പാത്രമൊക്കെ ഇങ്ങനെ
സൈഡ് കിടക്കണ്, ചോറൊക്കെ അതൊക്കെ ഇങ്ങനെ ചിന്തി ആകെ ചിന്നി ചിതറി കിടക്കുക ചോറ്. അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ബീഫിൻ്റെ പാത്രമൊക്കെ മറിഞ്ഞ് കിടക്കണ്. ഓൾ ഓടി വന്നിട്ട് എന്തേപ്പാ സാധനം നശിപ്പിക്കലാ, എത്രയാ ഇതിൻ്റെ പൈസ എന്നാ, എങ്ങനെയാ പൈസ ഉണ്ടാക്കണെന്നാ, എൻ്റെ കുട്ടിയുടെ ഗൾഫ് കടന്ന് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കണ പൈസ ഇങ്ങനെ നശിപ്പിച്ച് കളയില്ലാന്നൊക്കെ പറഞ്ഞ് വാപ്പാരല്ലേ പറയുമല്ലോ, സ്വാഭാവികമല്ലേ. വാപ്പ വഴക്ക് പറഞ്ഞു. ഉമ്മ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അവിടെ ഇരിക്കുക, പൊന്നൊരുക്കിനടുത്ത് പൂച്ചക്ക് എന്ത് കാര്യം എന്നുള്ള മട്ടില് ഇല്ലേ. ഓക്കൊന്നും അറിയില്ലല്ലോ, കുളിക്കാൻ പോയതല്ലായിരുന്നാ. ഓളൊരു ബീഫിൻ്റെ കഷ്ണെടുത്ത് വായിലങ്ങോട്ട് വെക്കലും ഓളെന്നെ അറിയാതെ തുപ്പിപ്പോയി. കാരണം എന്താ, ഉപ്പിൻ്റെ കട്ടയല്ലേ, ഇത് ബീഫാണോ ഉപ്പും കട്ടയാണോ നോക്ക് തോന്നിപ്പോയി. സംഭവം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഞാനും നാളെ അമ്മായിമ്മ ഔട്ടാ. എൻ്റെ നൗഷാദിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട നൗഷാദിക്ക് എനിക്ക് പടച്ചോൻ ആയുസ് ഇടുകയാണെങ്കിൽ ഈ മക്കൾ മൂന്നും പെണ്ണ് കെട്ടിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ കയറി വരുന്ന കുട്ടികളെ സ്വന്തം മക്കളായിക്കൊണ്ട് ഞാൻ പ്രസവിച്ച് വളർത്തി വലുതാക്കി എൻ്റെ മകളാണ് എന്ന സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓലവിടുന്ന് മാറ്റിക്കോളി എന്നല്ല, ഇന്നങ്ങൾ ഇവിടുന്ന് മാറ്റിക്കോളി കേട്ടോന്ന്. അങ്ങനെയല്ലേ, സീരിയസ്ലി അത് അങ്ങനെ തന്നെയാ. കാരണം എന്താ, മകളായിക്കൊണ്ട് കാണാൻ പറ്റണം. എൻ്റെ മകൻ 4 വയസ്സായപ്പോൾ 3 വയസ്സായപ്പോൾ മുറ്റത്ത് ഇറങ്ങി കളിച്ചില്ലേ, ഈ കളിക്കണത് ഞാൻ കണ്ടാസ്വദിച്ചില്ലേ. ചെളിയിലൊക്കെ പെരണ്ട് ഇങ്ങനെ മണ്ണിലും പൊടിയിലും കളിക്കുമ്പോൾ, ഓൻ സൈക്കിൾ ചവിട്ടി കളിക്കുമ്പോൾ, ഓന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ, ഓൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ആസ്വദിച്ചൊരു ഉമ്മയാ ഞാൻ. ഈ ആസ്വാദനം അവൻ നാളെ കല്യാണം കഴിച്ച് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മനും വാപ്പനെയൊക്കെ ഉപേക്ഷിച്ച് അവനെയും എന്നെയും വിശ്വസിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയും ഈ മകനും സന്തോഷിക്കുമ്പോൾ അവന് 4 വയസ്സായപ്പോൾ ഞാൻ ആനന്ദിച്ച അതേ ആനന്ദം എനിക്ക് ഉണ്ടാവണം, അതേ സന്തോഷം എനിക്ക് ഉണ്ടാവണം. അല്ലാണ്ട് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ചെത്തി മാന്തി വാരി കോരിയിട്ടല്ല ഓക്ക് കൊടുക്കുന്നത്. സ്നേഹത്തിന് അളവുണ്ടെണ്ണയാളെ. പടച്ചോൻ പറഞ്ഞു തന്നെ എന്താ, ഈ കണ്ട വെള്ളമൊക്കെ കൂടെ എടുത്താൽ, കടൽ മുഴുവൻ എടുത്താൽ അതിലൊരു വിരലിട്ട് ഇങ്ങനെ പൊക്കിയെന്ന് വിചാരിക്കുക, ഒരു തുള്ളി അതൊന്ന് ചാടൂലേ. ആ ഒരു തുള്ളി സ്നേഹേ മനുഷ്യന്മാരെ ഇങ്ങൾക്കിടയിൽ ഞാൻ തന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹാന്ന്. അതിൻ്റെ അർത്ഥം എന്താ, സ്നേഹത്തിന് അളവില്ലേ, സ്നേഹത്തിന് അളവില്ല. നമ്മളെ കുട്ടികൾക്ക്, നമ്മൾ പ്രസവിച്ച് വളർത്തിയ മക്കൾക്ക് നമ്മളെ ഇഷ്ടം തന്നെയാ. കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് നമ്മളെ മക്കളല്ലാണ്ടായി മാറണില്ല. അതുകൊണ്ട് മക്കളെയും മരുമക്കളെയും അകറ്റാനുള്ള ശ്രമം ഉണ്ടാവാൻ പാടില്ല. കയ്യിൽ തസ്ബീമാലയൊക്കെ ഉണ്ടാവും ഇല്ലേ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 വട്ടം അങ്ങനെ ചൊല്ലുണ്ടാവും. എന്നിട്ട് ഓള് ചെയ്യണ കുറ്റും കുറവും നോക്കി നിൽക്കുക. തെറ്റാണെന്നാ പറയണത്, തെറ്റാണ്. ദീനില് എല്ലാ മതങ്ങളിലും തെറ്റാണ്. അത് ഭഗവത്ഗീതയാണെങ്കിലും അത് ബൈബിളാണെങ്കിലും പരിശുദ്ധ ഖുർആനാണെങ്കിലും ഒക്കെ പറയണത് ഇതാണ് അല്ലെ. ദൈവം കുടിയിരിക്കുന്നത് മനുഷ്യരിലാണ് എന്നാണ് ഭഗവത്ഗീത പറയണത്, ബൈബിള് പറയണത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇല്ലേ. പടച്ചോനിരിക്കുന്ന നമ്മൾ നന്നായാലേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ, ആ പടച്ചോൻ്റെ സ്വർഗം കിട്ടുള്ളൂ, ജീവിതം നന്നാവുള്ളൂ. അത് മാത്രമല്ല, ഇവിടെയും വേണ്ടേ സ്വസ്ഥത. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഉമ്മാൻ്റെ മനസ്സ് എന്തേ കാര്യം. ഈ ഉമ്മാക്ക് രാത്രി കിടക്കുമ്പോൾ പഠിച്ചോനെ നാളെ ഞോളറ്റ ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കുമോ? ഈ ചിന്തയിലല്ലേ ഉറങ്ങേണ്ടത് അല്ലേ. മരുക്കളെങ്ങാനും ഉമ്മ ബാപ്പാനോട് അറ്റാച്ച്ഡ് ആവുമോ? ഈ ഒരു ചിന്ത ആലോചിച്ച് കടന്നുറങ്ങുക, വേറെ വല്ല പണിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം കണ്ണാടിൻ്റെ മുമ്പിലല്ലേ എല്ലാവരും. അപ്പം ആലോചിക്കട്ടോ, പക ഉണ്ടോയെന്ന്. പഠിച്ചോനെ 20 വർഷം മുമ്പ് ഓള് ചെയ്തത് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ആലോചിക്കലില്ലേ, സോറി ഒക്കെ മായ്ച്ചങ്ങോട്ട് കളയുക. ഓക്ക് പുറത്തു കൊടുക്കുകയെന്നേ, ഓളോളെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ അല്ലേ, അല്ലെങ്കിൽ ഓരോ സ്വഭാവം കൊണ്ട് ഓരങ്ങനെ പറഞ്ഞതല്ലേ. ഒരിക്കലേ ഇസ്ലാം മതത്തിൽ തന്നെ ഒരു സഹാബിയുടെ മരണം വിവരിക്കുന്നുണ്ട്. ഒരു സഹാബി മരണാസന്നനായിട്ട് കിടക്കുകയാണേ. ആ സമയത്ത് മരിക്കാനായി കിടക്കുമ്പോഴും ഇദ്ദേഹം ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹം എങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള സ്വഹാബാക്കളൊക്കെ, കൂടെയുള്ള കൂട്ടുകാരൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചിരിക്കണത്? പടച്ചോനെ കാണേണ്ടത് ഓർത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ? അള്ളാനെ കാണുന്നത്, പടച്ചോനെ കാണുന്നത് ഓർത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കുക. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അതെ എനിക്ക് സന്തോഷമാണ്, പടച്ചോനെ കാണുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ 2 നന്മകൾ ചെയ്യാറുണ്ട്. ഒന്നാമത്തേത്, ആവശ്യമുള്ളിടത്ത് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ, ആവശ്യമുള്ളിടത്ത് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ആവശ്യമില്ലാത്തടത്തൊന്നും ഞാൻ പോയി അഭിപ്രായം പറയില്ല. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കി എത്ര അനുഭവങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്
ഇല്ലേ? അപ്പം മിണ്ടണ്ട, നമുക്ക് റോളുള്ളടത്ത് പോയി മിണ്ടിയാൽ മതി. അല്ലാത്തടത്തു നിന്നൊക്കെ മൗനമാണ് വിദ്വാനുഭൂഷണം, അല്ലേ? മൗനമാണ് അവിടെ ഏറ്റവും നല്ലത്. അവിടെ മിണ്ടാണ്ടിരിക്കുക. രണ്ടാമത്തെ നന്മ എന്താണെന്നറിയോ? ഞാൻ എല്ലാവരെയും കുറിച്ച് നന്മ മാത്രമേ ചിന്തിക്കാറുള്ളൂന്ന്. ഞാൻ എല്ലാവരെയും കുറിച്ച് നന്മ മാത്രമേ ചിന്തിക്കാറുള്ളൂ. നല്ല ഡ്രസ്സൊക്കെ തന്നെയാ, പക്ഷെ അതിൻ്റെ ക്ലോത്ത് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞോടത്തോട് പോയി, അല്ലേ? അത് പറയണോടത്ത് അങ്ങോട്ട് പോയിന്ന്. 2 മിനിറ്റിൻ്റെ വോയിസ് വാട്സപ്പിൽ വരുമ്പോഴത്തിന് 2 കേൾക്കുക. 2 കേട്ട് കഴിയുമ്പോഴത്തിന് പറയും എനിക്കല്ലെങ്കിലും അറിയുന്ന ഓൾ അങ്ങനെ തന്നെയാണെന്ന്. എന്തേനി തജ്ജുദ് ലുഹ ഒരു തിങ്കളും വ്യാഴോളൂ നോമ്പ് ഒഴിവാക്കൂല. ഓള് ക്ലാസ് സംഘടന പ്രവർത്തനങ്ങൾ ഇപ്പം എന്തേ ആയി? എന്നിട്ടോ ഇത് മനസ്സിൽ ചിന്തിക്കണതിൻ്റെ മുമ്പ് ഫോർവേഡ് ചെയ്യൂലേ അടുത്ത ഗ്രൂപ്പിക്ക്? ഇല്ല, എടീ ഞാൻ എന്നോട് അപ്പോളേ പറഞ്ഞില്ലേ ഇങ്ങനെ നടക്കണോലൊക്കെ അങ്ങനെ തന്നെ ഇക്കാരം എന്ന്. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഹാവൂന്ന് പറഞ്ഞുകൊണ്ട് ലോഹറിസ്കരിക്കാൻ പായ അങ്ങോട്ട് വിരിക്കും, അല്ലേ? അതിട്ട് പറഞ്ഞു കഴിയലും പിന്നെ അടുത്ത നിസ്കരിക്കാൻ പായ വിരിക്കുക. ആരെയാ പഠിച്ചോനെ നമ്മൾ പറ്റിക്കണേ? ആര്? പഠിച്ചോനെ. പഠിച്ചോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിലേ ഈ കണ്ട നിസ്കാരം, നോമ്പ്, സക്കാത്ത് എന്തൊരു പണിയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇല്ലേ? സുബഹി എമ്മാതിരി കോരി ചൊരിയണ മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ആ പുതപ്പൊക്കെ മാറ്റി നീറ്റ് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണ്ടേ ആണുങ്ങൾക്ക്? നമ്മൾ പെണ്ണുങ്ങൾ പോരേല നേരം നീച്ച് ഉള്ളുണ്ടാക്കി നിസ്കരിക്കണ്ടേ നമുക്ക്? ഈ 5 നേരത്തെ നമസ്കാരം ആലോചിച്ചാൽ പ്രയാസം തന്നെയാണ്. പക്ഷേ അത് എളുപ്പത്തിൽ നമ്മൾ ചെയ്യണത് എന്തുകൊണ്ടാ? അതിനൊരു മധുരമായി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യണത് എന്തുകൊണ്ടാ? എന്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയാ? അതന്നെ. കുറച്ചും കൂടെ ഉറക്കം പറഞ്ഞാണേ. ഉറങ്ങി ഞങ്ങൾ. ഹലോ ബാക്കത്തോർ എന്ത് കിട്ടുന്നാ? ചക്കേ. കോട്ടക്കല്ലൊക്കെ നിസ്കരിച്ച ചക്ക കിട്ടല്ലേ? ഞങ്ങളെ നിലമ്പൂരൊക്കെ സ്വർഗ. എന്തേനി? സ്വർഗം കിട്ടും എന്നുള്ള പ്രതീക്ഷയാ. ഈ കഠിനാധ്വാനം ചെയ്ത് പൈസ കോട്ടക്കൽ ആരും മരത്തമെന്ന് പറിച്ചലില്ലല്ലോ. ഞങ്ങൾ നിലമ്പൂരും ഇല്ല. നേരം വെളുത്ത് അന്ത്യാവോളം അധ്വാനിക്കന്നെ വേണം. കഠിനാധ്വാനം ചെയ്താൽ തന്നെ പൈസ കിട്ടുള്ളൂ. ഈ പൈസ ഉണ്ടല്ലോ സ്വതക്ക എന്നുള്ള പേരിൽ, ദാനധർമ്മം എന്നുള്ള പേരിൽ, അത് സക്കാത്ത് എന്നുള്ള പേരിൽ, അത് ആവശ്യമുള്ള ആളുകൾക്ക്, അത് അർഹതയുള്ള മനുഷ്യർക്ക് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ അങ്ങോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിലേ മനസ്സിന് കുറച്ച് വിശാലത വേണം. ഈ വിശാലത കിട്ടുന്നത് എന്തുകൊണ്ടാ? എന്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയാ? സ്വർഗം കിട്ടുന്നുള്ള പ്രതീക്ഷയാ, അല്ലേ? ഓളെ പിടിച്ച് 4 അങ്ങോട്ട് കൊടുക്കാനും ഓളെ ചില നേരത്തൊക്കെ ചില ആൾക്കാരെ കൊല്ലാനും തോന്നാഞ്ഞിട്ടല്ല. ഹൈ മനസ്സിലായോ? ചില നേരത്തൊക്കെ തോന്നലില്ലേ റബ്ബേ അങ്ങോട്ട് കൊന്നാലോന്ന്? എന്തേ ചെയ്യാത്തേ? എന്തേ ചിന്തിക്കാത്തേ? ചിന്ത വരുമ്പോത്തിന് ആ ചിന്തനെ മാറ്റണത് എന്തേ? കാരണം എന്താ? പഠിച്ചോനെ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗം എനിക്ക് കിട്ടാനുണ്ടല്ലോ എന്നുള്ള മോഹ. എന്നാ കേട്ടോളി, ആ സ്വർഗം കിട്ടൂല. എപ്പോ? ഓളുണ്ടാക്കിയ ഭക്ഷണത്തിൽ തോനെ ഉപ്പിട്ടാൽ. 28 കൊല്ലമായിട്ടും എന്നോ ഓള് ചെയ്ത, അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോയ ആ അപരാധം അല്ലെങ്കിൽ ആ വിഷമുണ്ടാക്കിയ അനുഭവം മനസ്സിൽ ഇങ്ങനെ പകയായി, വിദ്വേഷമായി, പ്രതിഷേധമായി കൊണ്ട് നടന്നാൽ, കേട്ട പാതി കേൾക്കാത്ത പാതി ഓളെക്കുറിച്ച് ഓനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേന് അതങ്ങ് ഫോർവേഡ് ചെയ്ത് പൊന്നാര പെണ്ണുങ്ങളെ പരദൂഷണം ഇത്ര കഠിനല്ല. ആലോചിച്ചോക്കി, പാരിതോഷികം നമ്മൾ ഒരാളോടെ പറയണുള്ളൂ. ഇത് ഗ്രൂപ്പൊക്കെ ഇടണതേ ഇല്ലേ? ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുള്ളത് അത്രയും മനുഷ്യന്മാരത് കേൾക്കുക. ഇതാണ് ആ സ്വഹാബി ചിരിച്ച് മരണത്തെ സ്വീകരിച്ചത്. ഇതാണ് ആ സ്വഹാബി ചിരിച്ചുകൊണ്ട് അള്ളാനെ കാണാൻ ഒരുങ്ങിയത്. കാരണം എന്താ? ഒരാളെ കുറിച്ചും വേണ്ടാത്തത് ചിന്തിച്ചിട്ടേ ഇല്ല. കുഞ്ഞോളല്ലേ അത് സാരല്ല, ഓ നാത്തൂൻ അത് സാരല്ല എന്നേ ഇല്ലേ? നാത്തൂനല്ലേ അത് സാരല്ലേ? ഒരു മരുവോള് വന്ന് പറഞ്ഞതാ. നമ്മളൊക്കെ നാത്തൂമാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അതുകൊണ്ടാണ് കുഞ്ഞോളെ പറ്റി തന്നെ പിന്നെയും പറയണം കേട്ടോ.